വെൽക്കം ടു സാറാസ് കൾനറി എസ്കേപ്സ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വെള്ള കടലക്കറിയാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ്. നല്ല കുറച്ച് മസാലയിൽ ഞാൻ ഈ തലേദിവസമായി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വാരി കുക്കറിലിട്ടിട്ടുണ്ട്. നെക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇത് അടച്ച് ഞാൻ വേവിക്കണം. 4 സീറ്റ് വരുമ്പോൾ ഓഫ് ചെയ്യണം. ഇനി ചേരുവകൾ ഞങ്ങൾ പരിചയപ്പെടുത്താം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിയില 2-3 ഇത്, പട്ട ഒരു ചെറിയ 3 കഷ്ണം, ഗ്രാമ്പു 3 എണ്ണം, ഏലക്ക 2 എണ്ണം, തക്കോലം 1 എണ്ണം, പട്ടയില 1 എണ്ണം, തക്കാളി 2 എണ്ണം വലുത് തൊലി കളഞ്ഞെടുത്തത്, വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ പേസ്റ്റ് ചെയ്ത്, വെളുത്തുള്ളി ഒരു 5-8 എണ്ണം ഉണ്ട്, 3 സബോള ചെറുതായതുകൊണ്ട് 3 എണ്ണം, വലുതാണെങ്കിൽ 2 എണ്ണം മതി. തവ ചൂടായിട്ടുണ്ട്. നമുക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ട് ഇനിയും അതിനകത്ത് മസാലകൾ, പട്ട ഈ വക സാധനങ്ങൾ ചേർക്കാം. കറുവപ്പട്ടയില ഇട്ടു, പട്ട ഇട്ടു, ഗ്രാമ്പു ഇട്ടു, ഏലക്ക ഇട്ടു, തക്കോലം ഇട്ടു. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അതിനുശേഷം സബോള ഇടാം. സവാള ഒന്ന് അതിനകത്ത് സബോളയിലെ വെള്ളം ഒന്ന് വറ്റണം. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി. അതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കും. സബോള ഇവിടെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം. ഇളക്കിയിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിക്ക് ഒരു പച്ച മണമുണ്ട്, ഒരു പച്ച ചുവയുണ്ട്. അത് മാറുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഇത് മൂക്കേണ്ട കാര്യമില്ല, ഒന്ന് പച്ചമണം മാറത്തക്ക വിധം മാത്രം മതി. ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് എൻ്റെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഉള്ളിയും ചെറുതായിട്ട് വഴന്നിട്ടുണ്ട്. ഈ പരുവമാണ് നമുക്ക് പാകം. ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇവിടെ ചേർത്തേക്കുന്നത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ വേണം, മഞ്ഞൾ 1/2 ടീസ്പൂൺ നമ്മൾ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഗരം മസാലപ്പൊടിയാണ്. ഒരു ഫുൾ ടീസ്പൂണ് ഗരം മസാലപ്പൊടി പിന്നീട് ചേർക്കുന്നതായിരിക്കും. ഇനി ഇതിനകത്തോടെ ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് മസാല കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശകലം വെള്ളം ഒഴിക്കുക. അത് മിക്സ് ചെയ്തതിന് ശേഷം ഇനിയും തക്കാളി അതിനകത്തോട്ട് ചേർക്കാം. തക്കാളി മസാലയ്ക്കകത്തോട്ട് ചേർത്ത് അത് വെന്ത് അതിനകത്ത് ഉടയണം. അപ്പോഴത്തേക്ക് ഒരുവിധം ഈ മസാലയും വേഗുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മൂപ്പിക്കുന്നില്ല. നമ്മൾ മസാല വെള്ളക്കടലയ്ക്ക് മസാല നമ്മൾ മൂപ്പിക്കത്തില്ല. ആ തക്കാളിയും മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടെ അതിനകത്ത് ചേർന്ന് വേഗുക ചെയ്യുന്നത്. അത്രേൻ്റെ ആവശ്യമുള്ളൂ. അതിങ്ങനെ ഇളക്കി ആ തക്കാളി ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ അതിനോട് ചേർത്ത് ഗരം മസാലയും കൂടെ ഇട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അതിങ്ങനെ കുറേശ്ശെ ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ആ തക്കാളി അതിനകത്ത് ഉടഞ്ഞ് ചേരണം. അത്രേൻ്റെ ആവശ്യമുള്ളൂ.
ഇവിടെ തക്കാളി നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്, മസാലയുമായിട്ട് ചേർന്നിട്ടുണ്ട്. ഇവിടെ വെന്ത കടലയ്ക്കകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒരു സീറ്റി വരുന്നിടം വരെ ഒന്നുകൂടെ വേവിച്ചിട്ടുണ്ട്. അതായത് കടലയ്ക്കകത്ത് ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ്. ഇനി ഈ മസാല നമുക്ക് ഈ വെന്ത കടലയ്ക്കകത്തോട്ട് ഇടാം. നേരത്തെ നമ്മൾ കടലയിലോട്ട് നമ്മൾ ഉപ്പിട്ടാൽ വേവ് കുറയും, ഒന്നും തന്നെയുമല്ല, അതിങ്ങനെ കടല കല്ല് പോലെ കിടക്കാറുണ്ട്. അതാകാതിരിക്കാൻ വേണ്ടിയാണ് പിന്നീട് വെന്തതിന് ശേഷം ഉപ്പിട്ട് വേവിക്കുന്നത്. മസാല ചേർത്തിട്ടുണ്ട്. ഇവിടെ വെള്ളത്തിന് പാകമുണ്ട്. എന്നാലും നമ്മൾ ആ മസാല വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അത് നന്നായി മസാല കടലയും കൂടെ നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ധനിയയും കൂടെ ഇതിനകത്ത് ഇടുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ആ വെള്ളം ഒന്ന് വറ്റണം. അതിന് ഇടയ്ക്ക് നമ്മൾ കുറച്ച് കടല നമ്മൾ ഉടച്ചു കൊടുക്കും, ഒരു ചെറിയ ചാറിന് ഉടയാൻ വേണ്ടി കുറച്ച്. ഇപ്പം എല്ലാം മസാല കുറച്ച് കുരുമുളക് പൊടി ചേർക്കാനുണ്ടല്ലോ, അത് ലാസ്റ്റ് ചേർക്കാം. ഇവിടെ നമ്മുടെ കടലരി വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്, മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അതിനുശേഷം ഒരുവിധം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനിയും ഒരു 30 സെക്കൻഡ് കൂടെ കഴിഞ്ഞാൽ ഇത് നമ്മുടെ പാകമാകും. ഇവിടെ നമ്മുടെ വെള്ളക്കടല കറി റെഡിയായിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കൂടെയും കഴിക്കാം, ചപ്പാത്തി, ഭട്ടൂര, പൂരി, എന്തിൻ്റെയും കൂടെയും കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.